ഇസ്ലാം പാഠശാല ഇസ്ലാമിക് വെബ്സൈറ്റ് islampadhashala.net മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇസ്ലാമിക് വെബ്സൈറ്റ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم. شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال تعالى أيضا في قرآنه الكريم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولله ما في السماوات وما في الأرض وإلى الله ترجع الأمور. كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله. ولو آمن أهل الكتاب لكان خيرا لهم منهم المؤمنون وأكثرهم الفاسقون. لن يضروكم إلا أذى وإن يقاتلوكم يولوكم الأدبار ثم لا ينصرون. صدق الله العلي العظيم. صدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൽ മുഴുവൻ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയരായി തഖ്വ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ ആദ്യം എന്നോടും തുടർന്ന് നിങ്ങളോടും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് ഒരുപാട് ആശയങ്ങളും
ദർശനങ്ങളും സിദ്ധാന്തങ്ങളും ആദർശങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതിൽ ചിലത് മതദർശനങ്ങളാണെങ്കിൽ വേറെ ചിലത് മതേതര ഭൗതിക ദർശനങ്ങളാണ്. മതദർശനങ്ങൾ മനുഷ്യന്റെ ആത്മീയ മോക്ഷത്തിനുള്ള, ആത്മീയ പുരോഗതിക്കുള്ള വഴി പറഞ്ഞുകൊടുത്തുകൊണ്ട് ആരാധനാപരവും ആത്മീയവുമായ നിയമനിർദ്ദേശങ്ങൾ സമൂഹത്തിന് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഭൗതിക സിദ്ധാന്തങ്ങൾ അതിനെ പരാമർശിക്കാതെ തികച്ചും വ്യത്യസ്തമായി സാമൂഹ്യ ജീവിതത്തിന്റെ പാഠങ്ങളും നിയമങ്ങളുമാണ് മനുഷ്യന് അവ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ ദർശനങ്ങളിൽ ഇസ്ലാം ഏത് ഇനത്തിലാണ് പെടുന്നത് എന്ന സ്വാഭാവികമായ ഒരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ഇസ്ലാം ഒരു മതദർശനമാണോ? അതല്ല ഇസ്ലാം ഒരു ഭൗതിക ദർശനമാണോ? ഈ ചോദ്യത്തിന് വളരെ വിനയത്തോടുകൂടി ഇസ്ലാമിന് കൊടുക്കുവാനുള്ള മറുപടി അത്തരമൊരു വിഭജനം ഇസ്ലാമിന് അറിയില്ല എന്നുള്ളതാണ്. കാരണം ഒരേ സമയം മനുഷ്യന്റെ ആത്മീയ മോക്ഷത്തിനുള്ള വഴി അവന് പറഞ്ഞുകൊടുക്കുന്ന, ആരാധനാപരമായ നിയമങ്ങൾ അവന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭൗതിക ജീവിതത്തിന്റെ വീക്ഷണങ്ങളെയും അവതരിപ്പിക്കുന്ന, മനുഷ്യജീവിതത്തിന്റെ മുഴുവൻ ഉള്ളടക്കത്തെയും കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഒരു സമഗ്ര ജീവിത ദർശനത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാമിന് ഒരു പ്രാപഞ്ചിക വീക്ഷണമുണ്ട്. ഇസ്ലാമിന് ഒരു ആരാധനാ വീക്ഷണമുണ്ട്, ആരാധനാ നിയമങ്ങളുണ്ട്. ഇസ്ലാമിന് ഒരു സാമ്പത്തിക വീക്ഷണമുണ്ട്. ഇസ്ലാമിന് ഒരു പാരിസ്ഥിതിക കാഴ്ചപ്പാടുണ്ട്. ഇസ്ലാമിന് കുടുംബജീവിതത്തിൻ്റെതായ ചില നിയമങ്ങളുണ്ട്. ഇസ്ലാമിന് ഒരു സാമൂഹ്യ വീക്ഷണമുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അത് പള്ളിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, പ്രാർത്ഥനയിലും ആരാധനയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യജീവിതത്തിന്റെ വിശാലമായ മുഴുവൻ ഉള്ളടക്കത്തെയും കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഒരു ദർശനമാണ് അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ ജീവിത വീക്ഷണം അടിസ്ഥാനപരമായി മരണാനന്തര ജീവിതത്തെ മുൻനിർത്തിയുള്ള ഒരു വീക്ഷണമാണ്. അഥവാ മരണാനന്തര ജീവിതമാണ് യഥാർത്ഥ ജീവിതം. ആ മരണാനന്തര ജീവിതത്തിന്റെ വിജയം കൈവരിക്കുവാനുള്ള, ആ ജീവിതത്തിൽ വിജയം നേടിയെടുക്കുവാനുള്ള ഒരു അവസരമാണ് ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത്. മരണാനന്തര ജീവിതത്തിലേക്കുള്ള മുന്നൊരുക്കമാണ് മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള ഈ ഭൂമിയിലെ ഐഹിക ജീവിതം എന്ന ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാം ഈ ആകാശത്തിന് കീഴിലുള്ള മുഴുവൻ വർത്തമാനങ്ങളും പറയുന്നത്. എല്ലാം ഈ പരലോകത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് അതിന്റെ ഏത് വർത്തമാനങ്ങളും അത് പറയുക. ഇസ്ലാമിന്റെ പ്രാപഞ്ചിക വീക്ഷണം, ഇസ്ലാമിന്റെ സാമ്പത്തിക വീക്ഷണം, ഇസ്ലാമിന്റെ കുടുംബജീവിതം, ഇസ്ലാമിന്റെ സാമ്പത്തിക സാമൂഹ്യ വീക്ഷണം, ഇതെല്ലാം തന്നെ പരലോകം എന്ന ലോകത്തെ മുൻനിർത്തിയുള്ള വീക്ഷണങ്ങളാണ്. അതിൽ ഇസ്ലാമിന്റെ സാമൂഹ്യ വശം, സാമൂഹ്യ വീക്ഷണം ഒന്ന് പരിശോധിക്കുക. സാമൂഹ്യ ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് നീതിയാണ്. നീതിയാണ് സമൂഹത്തിന്റെ കെട്ടുറപ്പിനെ നിലനിർത്തുന്നത്. നീതി നൽകപ്പെടുന്ന, നീതി നിർവഹിക്കപ്പെടുന്ന
ഒരു സാമൂഹ്യ ചുറ്റുപാടിലാണ് സമാധാനവും നിർഭയത്വവുമൊക്കെ ജനങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുക. പക്ഷെ ഈ സമാധാനം ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന ഈ നീതി, സാമൂഹ്യ ജീവിതത്തിന്റെ അടിത്തറയായി വർത്തിക്കേണ്ട നീതി എന്ന് പറയുന്ന ഈ അടിസ്ഥാനം, എവിടെ നിന്നാണ് ഈ നീതി ജനങ്ങൾക്ക് ലഭിക്കുക? ആരാണ് ജനങ്ങൾക്ക് നീതി കൊടുക്കേണ്ടത്? ഇവിടെ ഇസ്ലാമിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രസക്തമായ ഒരു വാക്യമുണ്ട്, ഒരു ഹദീസുണ്ട്. പരലോകത്തെ മുൻനിർത്തിയുള്ള ഒരു ഹദീസാണത്. ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫി ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. 7 വിഭാഗം ആളുകൾ, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫി ദില്ലിഹി, ഈ 7 വിഭാഗം ആളുകളെ അല്ലാഹു തആല നാളെ പരലോകത്ത് അവന്റെ തണൽ കൊടുക്കുന്ന കൂട്ടരാണ്. യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, അല്ലാഹുവിന്റെ തണലല്ലാതെ വേറെ ആരുടെയും തണല് കിട്ടാത്ത മഹ്ശറയുടെ പൊള്ളുന്ന നാളിൽ അല്ലാഹുവിന്റെ തണല് അല്ലാഹു പ്രത്യേകമായി കൊടുക്കുന്ന 7 കൂട്ടർ. ഒന്ന്, അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരി. 2, ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ, അല്ലാഹുവിന് ഇബാദത്ത് ചെയ്ത് ജീവിച്ച് വളർന്ന ഒരു യുവാവ്, ഒരു ചെറുപ്പക്കാരൻ, അല്ലാഹുവിന് ഇബാദത്ത് ചെയ്താണ് അവൻ വളർന്നു വന്നത്. 3, റജുലുൻ കൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, ഒരു മനുഷ്യൻ, അയാളുടെ കൽബ്, അയാളുടെ ഹൃദയം അല്ലാഹുവിന്റെ ഭവനവുമായി, പള്ളിയുമായി ബന്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. എപ്പോഴും പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൽബ് ബന്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യൻ. 4, റജുലാനി തഹാബാ ഫില്ലാ വജ്തമാ അലൈഹി വതഫറഖ അലൈഹി, 2 ആളുകൾ, അവര് അല്ലാഹുവിന്റെ പേരിൽ പരസ്പരം സ്നേഹിച്ചു, അല്ലാഹുവിന്റെ പേരിൽ അവർ സുഹൃത്തുക്കളായി, അതിന്റെ പേരിൽ അവർ സംഘടിച്ചു. വജ്തമാ അലൈഹി വതഫറഖ അലൈഹി, നാളെ അവരുടെ സൗഹൃദം തകർന്നപ്പോഴും അള്ളാന്റെ പേരിലായിരുന്നു അവർ പിരിഞ്ഞു പോയത്. അള്ളാന്റെ പേരിൽ സ്നേഹിച്ച് അള്ളാഹുവിന്റെ പേരിൽ ഭിന്നിച്ച 2 ആളുകൾ, അവരുടെ ഭിന്നിപ്പും ചേർച്ചയും ഒക്കെ അള്ളാഹുവിനെ മുൻനിർത്തിയായിരുന്നു. അങ്ങനെ അള്ളാഹുവിനെ മുൻനിർത്തി പരസ്പരം സ്നേഹിച്ച 2 ആളുകൾ. 5ാമത്തെ വിഭാഗം, റജുലുൻ, ഒരു മനുഷ്യനാണ്, ദഅത്തുഹു ഇംറഅത്തുൻ ദാത്തു മൻസിബിൻ വ ജബാലി, നല്ല തറവാടുള്ള, നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണ് അവനെ വ്യഭിചാരത്തിന് ക്ഷണിച്ചു. ഫഖാല ഇന്നി അഖാഫുല്ലാഹ്, അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു, നിന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ ഞാൻ ഒരുക്കമല്ല, ഞാൻ റബ്ബിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് ജീവിതത്തിൽ സദാചാര വിശുദ്ധി പാലിച്ച ഒരു മനുഷ്യൻ അള്ളാന്റെ തണല് കിട്ടുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ടതാണ്. 6ാമത്തത് റജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹാ ഹത്താ ലാ തഅലമു യമീനുഹു മാ തുൻഫിഖു ശമീലുഹു, ഒരു മനുഷ്യൻ, അയാൾ ഒരു സദഖ ചെയ്തു, പക്ഷേ അയാൾ ചെയ്ത ആ ദാനധർമ്മം അവന്റെ വലം കൈ കൊടുത്തത് ഇടത് കൈ പോലും അറിയുന്നില്ല, വളരെ രഹസ്യമായി. തന്റെ ദാനധർമ്മം ഒരാൾ പോലും അറിയരുത്, ഞാനാണ് ഈ സഹായിച്ചതിന്റെ പിന്നിലെന്ന് ഒരാളും അറിയരുത് എന്ന പരമരഹസ്യത്തോടുകൂടി. അത് വല്ലാത്തൊരു മനസ്സാണ്. ഈ മനുഷ്യൻ പലപ്പോഴും ദുർബലനായി പോകും, എന്നാലും ഒരാളെങ്കിലും ഒന്ന് അറിയണമല്ലോ ഞാനാണ് ആ കൊടുത്തത്. ഇല്ല, ആ വിചാരത്തെ പോലും മാറ്റിവെച്ചുകൊണ്ട് പരമരഹസ്യമായി ദാനധർമ്മങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ തണല് കിട്ടുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടതായ ആളാണ്. 7, റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത്ത് ഐനാഹു, അയാൾ ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെ കുറിച്ച് ഓർത്തു. മുന്നിൽ സഫുകളില്ല, പിന്നിൽ സഫുകളില്ല, വേറെ ആരും പള്ളിയിൽ നിസ്കരിക്കാനില്ല, അല്ലെങ്കിൽ ഇമാമില്ല,
ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഓർത്തപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഏകനായിരുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയും ആ സന്ദർഭത്തിൽ പടച്ചവനെ കുറിച്ച് ഓർത്തപ്പോൾ കണ്ണ് നിറഞ്ഞു പോവുകയും ചെയ്ത മനുഷ്യൻ അള്ളാഹുവിന്റെ തണൽ കിട്ടുന്ന 7 വിഭാഗത്തിൽപ്പെട്ട ഒരാൾ അദ്ദേഹമാണ്. ഇവിടെ അള്ളാഹുവിന്റെ പരലോകത്ത് നാൾ അള്ളാഹുവിന്റെ തണലല്ലാതെ വേറെ ആരുടെയും തണൽ കിട്ടാത്ത 7 വിഭാഗം, വേറെ ആരുടെയും തണലില്ലാതെ അള്ളാഹുവിന്റെ മാത്രം തണൽ കിട്ടുന്ന 7 വിഭാഗത്തെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ആദ്യമായി എണ്ണിയത്, ആദ്യമായി എടുത്തു പറഞ്ഞത് അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരിയാണ് എന്നതാണ്. ഈ നീതിയും ഭരണാധികാരിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചു, സാമൂഹ്യ ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് നീതിയാണ്. ഈ നീതി ജനങ്ങൾക്കിടയിൽ നടപ്പിലാക്കേണ്ടത് ഭരണകൂടമാണ്, ഭരണാധികാരികളാണ്. ഒരു വേള ഈ ഭരണാധികാരികൾക്കും രാജ്യത്തെ ജനങ്ങൾക്കു തന്നെയും നിർഭയത്വം ലഭിക്കുന്നത് നീതി നിർവഹിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ്. എവിടെയാണോ നീതി കുഴിച്ചുമൂടപ്പെടുന്നത്, എവിടെയാണോ നീതി നിഷേധിക്കപ്പെടുന്നത്, അവിടെ ജനങ്ങൾ ഇളകും, അവർ സംഘടിക്കും. ജനകീയ പ്രക്ഷോഭങ്ങൾ, അക്രമങ്ങൾ, ഒരു വേള തീവ്രവാദവും ഭീകരവാദവുമൊക്കെ നീതി നിഷേധിക്കപ്പെട്ട ഒരു സാമൂഹ്യ ഘടനയുടെ ഉൽപ്പന്നങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കണം. നീതി നിഷേധിക്കപ്പെടുന്നിടത്ത് നിന്നാണ് വികാരങ്ങൾ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും വരെ അത് മാറ്റപ്പെടുന്നത്. അതുകൊണ്ടാണ് പരലോകത്ത് അള്ളാഹുവിന്റെ തണല് കിട്ടുന്ന 7 കൂട്ടരെ പറഞ്ഞപ്പോൾ പള്ളിയിലിരുന്ന് 24 മണിക്കൂറും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന, മുസ്ഹഫ് ഓതിക്കൊണ്ടിരിക്കുന്ന, കൃത്യമായി നോമ്പ് പിടിക്കുന്ന ഒരു ആത്മീയ മനുഷ്യനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത്, അതുമുണ്ട്. പക്ഷെ ആ 7 കൂട്ടരെ എണ്ണിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി എണ്ണിയത് നീതിമാനായ ഭരണാധികാരി എന്ന ഒരു ഘടനയാണ്. ആ നീതിബോധത്തെ പരലോകവുമായി ബന്ധിപ്പിക്കുകയാണ്. നീതി നിഷേധിക്കപ്പെട്ടാൽ നാളെ പടച്ചവന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും എന്ന മൗലികമായൊരു തത്വം ഇസ്ലാമിന്റെ പ്രവാചകൻ ലോകത്തെ പഠിപ്പിക്കുകയാണ്. നീതി നിർവഹിക്കപ്പെട്ടെടുത്ത് ഭരണാധികാരിക്കും സമാധാനത്തോടെ ജീവിക്കാം, സമാധാനത്തോടെ ഉറങ്ങാം. അംഗരക്ഷകർ വേണ്ട, ഇസഡ് കാറ്റഗറി വേണ്ട. ജനം സ്നേഹിക്കുന്ന ഭരണാധികാരികൾക്ക് എന്തിന് ഭയം? റോമൻ ചക്രവർത്തി സീസറിന്റെ പ്രതിനിധി, റോമൻ സാമ്രാജ്യത്തിന്റെ അധിപനായ സീസറിന്റെ സന്ദേശവാഹകൻ, ഇസ്ലാമിന്റെ 2ാം ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ ഒരിക്കൽ മദീനയിൽ വരുന്നു. സീസറിന്റെ സന്ദേശവാഹകൻ ഖലീഫ ഉമറിന്റെ കൊട്ടാരം അന്വേഷിച്ച് മദീന ആകെ കറങ്ങി. അവസാനം ആളുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ദാ ആ കാണുന്നതാണ് ഖലീഫ ഉമറിന്റെ കൊട്ടാരം. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ കണ്ടത് മദീനയിലെ ഏത് സാധാരണക്കാരന്റെയും വീട് പോലെ ഒരു സാധാരണ വീട്. ഇത് തന്നെയാണോ താൻ അന്വേഷിക്കുന്ന ഖലീഫ ഉമറിന്റെ വീട്? ആളുകൾ പറഞ്ഞു, സംശയമില്ല, അത് തന്നെയാണ് ഞങ്ങളുടെ ഖലീഫ ഉമറിന്റെ വീട്. ഇയാള് വീട്ടിലേക്ക് ചെല്ലുന്നു, അദ്ദേഹത്തെ അന്വേഷിക്കുന്നു. വീട്ടുകാര് പറയുന്നു അദ്ദേഹം പുറത്തേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ അയാൾ പുറത്തേക്ക് പോയി കണ്ടവരോടൊക്കെ ഖലീഫ ഉമറിനെ കുറിച്ച് അന്വേഷിക്കുന്നു. ആളുകൾ പറഞ്ഞു, ഖലീഫ ഉമർ ഒരല്പം മുമ്പ് ഈ വഴിയിലൂടെ പോയിട്ടുണ്ട്. ഈ സന്ദേശവാഹകൻ ഖലീഫ ഉമർ പോയ വഴിയിലൂടെ എന്തെങ്കിലുമൊക്കെ അടയാളങ്ങൾ, പരിവാരങ്ങൾ പോയതിന്റെ ചിഹ്നങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, വെച്ച് തന്റെ കുതിരയെ പായിക്കുകയാണ്. എന്നിട്ടും ഒരു ലക്ഷണവും കാണാതെ വന്നു. വീണ്ടും ഒരു ആൾക്കൂട്ടത്തോട് ചോദിച്ചു, എവിടെ ഈ ഖലീഫ ഉമർ? അദ്ദേഹം ഈ വഴിയിൽ പോയി എന്ന് പറയുന്നു. ആ സംഘം പറഞ്ഞു, ഖലീഫ ഉമർ ദാ ആ തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടു. ഒരു ഈത്തപ്പനത്തോട്ടം കാണിച്ചു കൊടുക്കുകയാണ്.
റോമയുടെ സന്ദേശവാഹകൻ നേരെ ആ തോട്ടത്തിൽ ചെല്ലുന്നു. ആ തോട്ടത്തിൽ ഈത്തപ്പന ചോട്ടിൽ, അതിന്റെ തണലിൽ, ഈത്തപ്പനയുടെ ഓലയിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന അതികായനായ ഒരു മനുഷ്യൻ. സീസറിന്റെ പ്രതിനിധി ചെന്ന് ചോദിക്കുന്നു, ഖലീഫ ഉമറിനെ ഇവിടെയെങ്ങും നിങ്ങൾ കണ്ടോ? നിങ്ങൾക്ക് ഖലീഫ ഉമറിനെ കണ്ടിട്ട് എന്താണ്? അത് ഞാൻ ഖലീഫ ഉമറിനോട് പറഞ്ഞോളാം. ഖലീഫ ഉമർ ഇവിടെ എങ്ങാനും ഉണ്ടോ? സാക്ഷാൽ ഖലീഫ ഉമറിനോടാണ് താൻ ഈ സംസാരിക്കുന്നതെന്നറിയാതെ സീസറിന്റെ പ്രതിനിധി, ഞാൻ ഖലീഫയോട് പറഞ്ഞോളാം. അദ്ദേഹം എഴുന്നേറ്റിട്ട് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന ഈ രാജ്യത്തെ ജനങ്ങളുടെ ഖലീഫ ഉമറുൽ ഫാറൂഖ് ആണെങ്കിൽ അത് ഞാൻ തന്നെയാണ്. പറയൂ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? എന്താണ് നിങ്ങളുടെ ദൗത്യം? സീസറിന്റെ പ്രതിനിധി അത്ഭുതപ്പെട്ടു പോവുകയാണ്. ആ വാക്കുകൾ, ആ അന്തരീക്ഷം അദ്ദേഹത്തെ വിസ്മയിപ്പിച്ചു. തങ്ങളുടെ രാജാക്കന്മാർ മുഴുവൻ പരിവാരങ്ങളും എല്ലാ സന്നാഹങ്ങളും ഉണ്ടായിട്ടും അവർക്ക് സമാധാനത്തോടൊന്നും ഉറങ്ങാൻ കഴിയാത്തിടത്ത് ഇതാ കൊട്ടാരമില്ലാത്ത, ലോകം മുഴുവൻ ഉറ്റുനോൽക്കുന്ന വിശ്വവിഖ്യാതനായ മദീന രാഷ്ട്രത്തിന്റെ തലവൻ, അന്ന് റോമും പേർഷ്യയുമൊക്കെ മദീനയെക്കുറിച്ചാണ് ചർച്ച, ഖലീഫ ഉമറിനെ കുറിച്ചാണ് ലോകത്തിന്റെ ചർച്ച. സീസറിന്റെ പ്രതിനിധി അത്ഭുതപ്പെടുകയാണ്. ഞങ്ങളുടെ രാജാക്കന്മാർ രാജകൊട്ടാരങ്ങളിൽ അവർ ജീവിക്കുമ്പോൾ, അന്തിയുറങ്ങുമ്പോൾ അവരെ പരിചരിക്കാൻ നൂറുകണക്കിന് പരിചാരകർ, അവർക്ക് അംഗരക്ഷകരായി നൂറുകണക്കിന് ഭടന്മാർ, എല്ലാ അംഗരക്ഷകരും കാവൽക്കാരും പട്ടുമെത്തകളും എല്ലാം ഉണ്ടായിട്ടും തങ്ങളുടെ ഭരണാധികാരികൾക്ക് നിർഭയത്വത്തോടെ ഉറങ്ങാൻ കഴിയാത്തിടത്ത് ഇതാ ഒരു രാഷ്ട്രത്തിന്റെ തലവൻ, ലോകം മുഴുവൻ ഉറ്റുനോൽക്കുന്ന വിശ്വവിഖ്യാതനായ ഖലീഫ ഉമർ ഒരു ഈത്തപ്പനയുടെ ഓലയിൽ നിർഭയത്വത്തോടെ കിടന്നുറങ്ങുന്നു, ഒരു അംഗരക്ഷകനും ഇല്ലാതെ. അങ്ങനെ വന്ന കാര്യം പറഞ്ഞു. താൻ കണ്ട കാഴ്ചകളൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പങ്കുവച്ചു. അവസാനം സീസറിന്റെ പ്രതിനിധി ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഒരു വാക്ക് ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം പറഞ്ഞു, യാ ഉമർ അദിൽത ഫനിംത, താങ്കൾ ജനങ്ങളോട് നീതി കാണിച്ചു, അതുകൊണ്ട് താങ്കൾക്ക് ഇങ്ങനെ ഉറങ്ങാൻ കഴിഞ്ഞു. ഞാൻ ആലോചിച്ചു, താങ്കൾക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിഞ്ഞു എന്ന്. എനിക്ക് മനസ്സിലായി, ഈ നാട്ടിലൂടെ ഞാൻ സഞ്ചരിച്ചു പോന്നപ്പോൾ ഒരു ജനത മുഴുവൻ തങ്ങളുടെ ഖലീഫയെ സ്നേഹിക്കുന്നു എന്ന്. ജനഹൃദയങ്ങളിൽ താങ്കൾ സ്ഥാനം പിടിച്ചു. അതിൽത ഫനിംത, താങ്കൾ ജനങ്ങളോട് നീതിയോടെ വർത്തിച്ചു, ഈ ജനങ്ങൾക്ക് നീതി കൊടുത്തു, താങ്കൾക്കിതുപോലെ ഇങ്ങനെ നിർഭയനായി ഉറങ്ങാനും കഴിഞ്ഞു എന്ന് സീസറിന്റെ സന്ദേശവാഹകൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ വാക്കുകൾ. ഭരണകൂടത്തിന്റെയും സമാധാനം, ജനസമൂഹത്തിന്റെയും പ്രജകളുടെയും സമാധാനം ഈ നീതി എന്ന് പറയുന്ന അടിസ്ഥാന തത്വത്തെ കേന്ദ്രീകരിച്ച് തന്നെയാണ്. അൽ ഉമറുൽ ആദിൽ, നീതിമാൻ എന്നാണ് ചരിത്രത്തിൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷണം. ഇന്ത്യയെപ്പോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ഖലീഫ ഉമറിന്റെ ഭരണക്രമം ഞാൻ ഇന്ത്യയിൽ ആഗ്രഹിക്കുന്നു എന്ന് രാഷ്ട്രപിതാവ് ഗാന്ധിജി ഒരു വേള പറഞ്ഞു. മതരാഷ്ട്രവാദം മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞ് കലിതുള്ളുന്ന ആളുകൾ, മതരാഷ്ട്രവാദത്തിന്റെ പേരിൽ ആരെയെങ്കിലും ക്രൂശിക്കണമെങ്കിൽ അത് ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയാണ്. കാരണം ഉമറുൽ ഫാറൂഖിന്റെ ഭരണക്രമം ഇന്ത്യയിൽ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഗാന്ധിജി ഇന്ത്യയോട് പറഞ്ഞത്. എന്തായിരുന്നു ഉമറുൽ ഫാറൂഖിന്റെ ഭരണക്രമം? നേരത്തെ പറഞ്ഞ ശുദ്ധ മതേതര ഭൗതിക ദർശനമായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ തത്വം. ഉമറിനെ ഈ നീതിബോധം പഠിപ്പിച്ച ഒരു ദർശനമുണ്ട്. മക്കയിലെ ഉക്കാല് ചന്തയിലെ ഖത്താബിന്റെ മകൻ, എല്ലാവരാലും വെറുക്കപ്പെട്ടിരുന്ന ഉമർ എന്ന് പറയുന്ന മക്കയിലെ ഉക്കാല് ചന്തയിലെ തെമ്മാടി, ഉക്കാല് ചന്തയിലെ ഗോതയിൽ മക്കാർക്ക് വേണ്ടി മൽപ്പിടുത്തം നടത്തി
ആരെയും തോൽപ്പിക്കുന്ന ഖത്താബിന്റെ മകൻ ഉമർ, ആര് പറഞ്ഞതും വകവെക്കാത്ത ഉമർ. പക്ഷേ ഉമർ എന്ന് പറയുന്ന ആ മനുഷ്യനെ ലോകത്തേറ്റവും നീതിബോധമുള്ള ഒരു ഭരണാധികാരി വരെ ആക്കി മാറ്റിയെടുത്തത് ഒരു ദർശനമാണ്. ആ ദർശനത്തിന്റെ ഉൽപ്പന്നമായിരുന്നു നീതിമാനായ ഉമറുൽ ഫാറൂഖ് എന്ന ഭരണാധികാരി. ആ ദർശനത്തെക്കുറിച്ച് ഈ രാജ്യത്തോട് പറയുന്നതും തീവ്രവാദം. അങ്ങനെ ഒരു ദർശനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും തീവ്രവാദമാണത്രേ. എങ്കിൽ ആ തീവ്രവാദത്തെ ഈ രാജ്യത്ത് ആദ്യം പ്രസ്താവിച്ചത് ഗാന്ധിജി തന്നെയാണ്. ഉമറിൻ ഭരണം ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. എങ്ങനെ കഴിഞ്ഞു? ഇന്ത്യയെ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ഉമറുൽ ഫാറൂഖിന്റെ ഭരണത്തെ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ അദ്ദേഹത്തിന്, കാരണം നീതിയായിരുന്നു ആ ഭരണത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. ആ നീതിബോധം അദ്ദേഹത്തിന് പഠിപ്പിച്ചതാകട്ടെ അദ്ദേഹം വിശ്വസിച്ച ഒരു ദർശനമാണ്. അദ്ദേഹത്തിന്റെ നീതിബോധത്തിന്റെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക്, അമുസ്ലിങ്ങൾക്കൊക്കെ ലഭിച്ചിട്ടുള്ള നീതി, സമത്വം, സ്വാതന്ത്ര്യം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഗവർണറായിരുന്ന അംർ ഇബ്നുൽ ആസ് എന്ന ഗവർണറുടെ മകൻ ഒരിക്കൽ ഒരു കുതിരപ്പന്തയത്തിൽ ഏർപ്പെട്ടു. അവിടത്തെ ഒരു കോപ്റ്റിക് വംശജനായ ഒരു ക്രിസ്ത്യൻ യുവാവുമായി. അങ്ങനെ ന്യൂനപക്ഷക്കാരനായ കോപ്റ്റിക് ക്രിസ്ത്യാനിയും അംർ ഇബ്നുൽ ആസ് എന്ന ഗവർണറുടെ മകനും കുതിരപ്പന്തയം നടത്തിയപ്പോൾ ഗവർണറുടെ മകൻ തോറ്റുപോയി. ഗവർണറുടെ മകന്റെ കുതിരയെ മറികടന്ന് ഈ കോപ്റ്റിക് ക്രിസ്ത്യാനിയായ ചെറുപ്പക്കാരൻ കുതിച്ചു പാഞ്ഞു. ഗവർണറുടെ മകൻ അത് ഇഷ്ടപ്പെട്ടില്ല. എന്നെ തോൽപ്പിക്കുകയോ? അവൻ തോറ്റുതരണമായിരുന്നു തനിക്ക് മുമ്പിൽ. താൻ ഗവർണറുടെ മകനാണ്. അങ്ങനെ തന്നെ തോൽപ്പിച്ച ആ കോപ്റ്റിക് ക്രിസ്ത്യാനിയായ ചെറുപ്പക്കാരന് ഗവർണറുടെ മകൻ ചാട്ടവാറുകൾ കൊണ്ടടിച്ചു. തന്റെ ശരീരത്തിനേറ്റ മുറിവിനേക്കാൾ അഭിമാനത്തിന് മുറിവേറ്റ ആ കോപ്റ്റിക് ക്രിസ്ത്യാനി നീതി തേടി ഖലീഫ ഉമറിന്റെ സദസ്സിലേക്ക് വരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ തന്റെ ഗവർണർ അംർ ഇബ്നുൽ ആസിനെയും മകനെയും വിളിപ്പിക്കുന്നു. അവർ വന്നപാടെ അദ്ദേഹം ചോദിച്ചു, യാ അംർ ഇബ്നുൽ ആസ് മത്തസ്താബത്തുമുൻ നാസ് ഫഖദ് വലദത്തുഹും ഉമ്മഹാത്തുഹും അഹ്റാറ. അംർ ഇബ്നുൽ ആസേ, നീയും നിന്റെ മകനും കൂടി ചേർന്ന് എപ്പോഴാണ് ജനങ്ങളെ അടിമകളാക്കാൻ തുടങ്ങിയത്? നീയും നിന്റെ മകനും കൂടി ചേർന്ന് ജനങ്ങളെ അടിമകളാക്കാൻ തുടങ്ങിയത് എപ്പോൾ? വഖദ് വലദത്തുഹും ഉമ്മഹാത്തുഹും അഹ്റാറ. അവരുടെ ഉമ്മമാർ അവരെ സ്വതന്ത്രരായിട്ടാണ് പ്രസവിച്ചിട്ടുള്ളത്. ഓരോ കുഞ്ഞും മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുന്നത് സ്വാതന്ത്ര്യം എന്ന അവകാശത്തോടു കൂടിയാണ്. എന്നിരിക്കെ ഈ സ്വതന്ത്രരായ മനുഷ്യരെ നീയും നിന്റെ മോനും കൂടി അടിമകളാക്കാൻ തുടങ്ങിയത് എപ്പോൾ? മനുഷ്യരെ അവരുടെ ഉമ്മമാർ സ്വാതന്ത്ര്യം എന്ന അവകാശത്തോടെയാണ് പ്രസവിക്കുന്നത്. സ്വാതന്ത്ര്യം മനുഷ്യന്റെ ജന്മാവകാശമാണ് എന്ന തത്വം ലോകത്തിന് പഠിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ, ഒരു മുസ്ലിം എന്ന നിലയിൽ ഞാൻ ആത്മാഭിമാനത്തോടെ പറയും, അത് സ്വാമി വിവേകാനന്ദനല്ല. അതിനേക്കാൾ മുമ്പ് ലോകത്തോട് ഇസ്ലാമിന്റെ ഖലീഫ ഉമർ ഈ തത്വം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലാണ് അഭിമാനിക്കുന്നത്. ആ പറയുന്നത് തീവ്രവാദമാണെങ്കിൽ ലോകത്ത് ഇന്ന് എന്തെല്ലാം മൂല്യങ്ങൾ പറയുന്നുണ്ടോ ആ മൂല്യങ്ങൾ ആധുനിക സിദ്ധാന്തക്കാർ പറയുന്നതിന്റെ മുമ്പേ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് അതൊരു മുസ്ലിമിന്റെ ഒരു അടിസ്ഥാന വിശ്വാസമാകേണ്ടതല്ലേ? ചരിത്രരേഖയല്ലേ? സ്വന്തം ഗവർണറെ വിളിപ്പിച്ച് ഉമർ റളിയല്ലാഹു അൻഹു വിചാരണ ചെയ്യുന്നു. എടോ, നീയും നിന്റെ മകനും കൂടി എപ്പോഴാണ് ജനങ്ങൾ അടിമകളാക്കാൻ തുടങ്ങിയത്? അവരുടെ മാതാക്കൾ സ്വതന്ത്രരായിട്ടല്ലേ അവരെ പ്രസവിച്ചിട്ടുള്ളത്? എന്നിട്ട് ഈ കോപ്റ്റിക് ക്രിസ്ത്യാനിയുടെ കയ്യിലേക്ക് ചാട്ടവാറ് കൊടുത്തുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അടിക്കുക ഗവർണറുടെ മകനെ. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ തിരിച്ചടിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അവസാനിച്ചില്ല, പറഞ്ഞു,
മകനെ മാത്രമല്ല, ഈ ഗവർണറെയും നീ അടിച്ചുകൊള്ളുക. കാരണം ബാപ്പയുടെ അധികാരത്തിന്റെ തിണ്ണബലത്തിലാണ് ഇവൻ ആ ക്രൂരത നിന്നോട് കാണിച്ചത്. അങ്ങനെ സ്വന്തം ഗവർണറെയും ഉമർ റളിയല്ലാഹു അൻഹു ശിക്ഷിക്കുകയാണ്. ഒരു രാജ്യത്തെ ഒരു കോപ്റ്റിക് ന്യൂനപക്ഷക്കാരന് ലഭിച്ചിട്ടുള്ള നീതി അതാണ് ഗാന്ധിജി ആഗ്രഹിച്ചത്. ഇസ്ലാമിന് ഇങ്ങനത്തെ ഒരു നീതി ലോകത്തെക്കുറിച്ച് പറയാനുണ്ട്. അങ്ങനെ ആ കോപ്റ്റിക് ക്രിസ്ത്യാനിക്ക് ആത്മാഭിമാനം കൊടുക്കുന്ന ആ ന്യൂനപക്ഷ വിഭാഗക്കാരന്റെ അഭിമാനത്തെ സംരക്ഷിക്കുന്ന നീതിമാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ചരിത്രത്തിലേക്ക് ഒരുപാട് പോകാൻ സമയമില്ല, ഒന്നുകൂടി പറയുകയാണ്. ഉമർ എന്ന് പറയുന്ന ഭരണാധികാരിയെ കരയിപ്പിച്ച ചരിത്രത്തിൽ ഒരുപാട് മുഹൂർത്തങ്ങൾ. ഒരു രാത്രിയിൽ പ്രജകളുടെ ക്ഷേമമറിയാൻ വേണ്ടി അദ്ദേഹം നടക്കുന്നു. ഒരു കുടിലിൽ ഒരു കൊച്ചുകുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നു. ആ കൊച്ചുകുഞ്ഞിന്റെ നിർത്താതെയുള്ള കരച്ചിൽ ഉമറിനെ മുന്നോട്ട് പോകാൻ അനുവദിച്ചില്ല. ആ കൊച്ചുകുട്ടിയുടെ നിലവിളി അദ്ദേഹത്തെ അവിടെ നിർത്തി, അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. കുട്ടിയുടെ കരച്ചിൽ നിർത്താതെ തനിക്ക് പോകാൻ കഴിയില്ല. പക്ഷേ കുട്ടി പിന്നെയും കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആ വീട്ടിൽ വാതിലിൽ മുട്ടി അകത്തേക്ക് കടന്നു. അപ്പോൾ ഒരു ഉമ്മ തന്റെ കുഞ്ഞിനെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഉമർ ചോദിക്കൂ, സ്ത്രീയെ, ആ കുഞ്ഞിന് അല്പം മുലപ്പാൽ കൊടുക്കൂ. നിങ്ങൾ എന്തിനാണ് ആ കുഞ്ഞിനെ ഇങ്ങനെ കരയിപ്പിക്കുന്നത്? ഈ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ ആരാണ്? തന്റെ മുന്നിൽ നിൽക്കുന്നത് രാജ്യത്തിന്റെ ഖലീഫയാണെന്നറിയാത്ത ഗ്രാമീണ സ്ത്രീ. നിങ്ങൾ ആരാണിത് ചോദ്യം ചെയ്യാൻ? ഞാൻ എന്റെ കുഞ്ഞിന്റെ മുലകുടി നിർത്താൻ ശ്രമിക്കുകയാണ്. ഈ കുഞ്ഞിന് മുലകുടി നിർത്തുകയോ? എന്തിന് നിങ്ങൾ ഈ കുഞ്ഞിന്റെ മുലകുടി നിർത്തണം? അതെന്നോടല്ല ചോദിക്കേണ്ടത്. ഇവിടെ ഞങ്ങൾക്കൊരു ഭരണാധികാരിയുണ്ട്, ഉമർ. അദ്ദേഹത്തിന്റെ ഒരു കാടൻ നിയമമുണ്ട്. ഇവിടെ മുലകുടി കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രമേ റേഷൻ അനുവദിക്കുകയുള്ളൂ. മുലകുടി കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രമേ ഖജനാവിൽ നിന്ന് റേഷൻ തരുന്നുള്ളൂ. എന്റെ കുഞ്ഞിന്റെ മുലകുടി ഒന്ന് നിർത്തിയിട്ട് അവന്റെ വായിൽ ഒരു റൊട്ടിക്കഷ്ണം വെച്ചുകൊണ്ട് ഖലീഫയുടെ അടുത്ത് ചെന്ന് മുലകുടി നിർത്തി എന്ന് കാണിച്ച് ഞാൻ റേഷൻ വാങ്ങിയെടുക്കാനുള്ള തിരക്കിലാണ്. ആ സ്ത്രീയുടെ വർത്തമാനം അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു കളഞ്ഞു. കരഞ്ഞുപോയി അദ്ദേഹം. ആ കൊച്ചുകുഞ്ഞിന്റെ മുഖം, ആ കുട്ടിയുടെ നിലവിളി അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയില്ല. ഉടൻ പോയി തന്റെ വീട്ടിലേക്ക്. നേരം വെളുത്ത ഉടനെ ശൂറ വിളിച്ചുകൂട്ടി പറഞ്ഞു, ഉമറിന് തെറ്റുപറ്റി, ഉമറിന് പിഴവ് പറ്റി. ഇന്നു മുതൽ മുല കുടിക്കുന്ന കുട്ടികൾക്കും രാജ്യത്തിന്റെ ഖജനാവിൽ നിന്ന് റേഷൻ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ആ മനുഷ്യസ്നേഹിയുടെ മനസ്സിലേക്ക് തന്റെ രാജ്യത്ത് ഒരുപാട് കുഞ്ഞുമക്കളുടെ നിലവിളി രോദനങ്ങളായി വരികയാണ്. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ മുലപ്പാല് നിഷേധിച്ചതിന് ഉത്തരവാദിയായ മനുഷ്യ, മാതാവിന്റെ മുലപ്പാല് പോലും കിട്ടാതെ കുറെ മക്കൾ ജീവിച്ചെങ്കിൽ ഞാനാണല്ലോ അതിന് ഉത്തരവാദിത്വം എന്ന ആ ഒരു മനോഭാവത്തോടെ ആ നിയമം നിമിഷ നേരം കൊണ്ട് അദ്ദേഹം മാറ്റിയെടുക്കുന്നു. എന്നിട്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും അദ്ദേഹം റേഷൻ അനുവദിക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? തന്റെ രാജ്യത്തെ വേദനിക്കുന്ന കുറെ മക്കൾ, കരയുന്ന കുറെ മക്കളുടെ ചിത്രം, തന്റെ നിലപാട് കൊണ്ടാണ് ഇവർ ഈ പ്രയാസം അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഒരു ഭരണാധികാരി ആ കുട്ടികളുടെ ദയനീയമായ ചിത്രം മനസ്സിൽ മായാതെ കിടക്കുന്ന ഒരു ഭരണാധികാരി തന്റെ നിലപാട് മാറ്റുന്നു. താനുണ്ടാക്കിയ നിയമമാണ് ഇതിന്റെ കാരണമെന്നറിയുമ്പോൾ ആ കുട്ടികളെ മുൻനിർത്തി തന്റെ നിയമം പൊളിച്ചെഴുതുന്ന ചരിത്രത്തിലെ ഒരു ഭരണാധികാരി. ഇനി നിങ്ങൾ നോക്കുക നമ്മുടെ രാജ്യത്തേക്ക്. എന്താണ് നമ്മുടെ രാജ്യത്തിന്? എൻഡോസൾഫാൻ എന്ന് പറയുന്ന മരണത്തിന്റെ വാഹകൻ എന്ന് പറയാവുന്ന ഒരു കീടനാശിനി കാസർഗോഡ് 11ഓളം പഞ്ചായത്തുകളിൽ
ഈ വിഷവാതകം തളിച്ചതിന്റെ ഫലമായി ഒരു നാട് ഒന്നടങ്കം ദുരന്ത ഭൂമിയായി മാറി. നൂറുകണക്കിന് മനുഷ്യർ പിടഞ്ഞു മരിക്കുന്നു മാരക രോഗങ്ങളാൽ. ആ വിഷം ഇന്നും ശരീരത്തിൽ രക്തത്തിലൂടെ ചുമന്നുകൊണ്ട് നടക്കുന്ന, വഹിച്ചുകൊണ്ട് നടക്കുന്ന കുഞ്ഞുമക്കൾ, വലിയ തലയോടുകൂടി ജനിക്കുന്ന ജനിതക വൈകല്യങ്ങൾ സംഭവിച്ച ഒരു നാട്. ക്യാൻസർ അടക്കമുള്ള മാരകമായ രോഗത്തോടുകൂടി പിറന്നു വീഴുന്ന കുഞ്ഞുമക്കൾ, ഒരു കണ്ണ് തുറന്ന് മറ്റൊരു കണ്ണ് വലിയ ഒരു മാംസകഷ്ണം വന്ന് മൂടി അതിഭീകരമായ രൂപത്തിൽ നിൽക്കുന്ന കുഞ്ഞുമക്കൾ. 25-30 വയസ്സായിട്ടും കൊച്ചുകുഞ്ഞിനെ പോലെ നിലത്ത് കിടന്ന് ഇഴയുന്ന, യുവത്വമാണെങ്കിലും ബാല്യം പ്രകടിപ്പിക്കുന്ന കാസർകോട്ടെ മക്കൾ. തൊലി വരണ്ട് വിണ്ട് കീറുന്ന ദയനീയമായ അവസ്ഥ. വേദനിപ്പിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ ഒരു നാടിന്റെ ദുരന്തം അങ്ങനെ തന്നെ കാണിച്ചു കൊടുത്തിട്ടു നമ്മുടെ ഭരണകൂടത്തിന്റെ, ഭരണാധികാരികളുടെ കണ്ണ് ഇനിയും തുറന്നിട്ടില്ല. അവരിപ്പോഴും പറയുന്നു ഇനിയും പഠിക്കണം, ഇനിയും പഠിക്കണം. ഈ കുഞ്ഞുമക്കളുടെ വേദനകൾ, കരളലിയിപ്പിക്കുന്ന ചിത്രങ്ങൾ, തങ്ങളെടുക്കുന്ന നിലപാടിൽ ഒരു മാറ്റം വരുത്താൻ ഇനിയും അവരെ പ്രേരിപ്പിക്കുന്നില്ല. ലോകം മുഴുവൻ ഇതിനെ നിരോധിക്കണമെന്നാവശ്യപ്പെടുമ്പോൾ ജനീവ സമ്മേളനത്തിൽ ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും ഈ വിഷത്തെ നിരോധിക്കണമെന്നാവശ്യപ്പെടുമ്പോൾ ഈ മരണത്തിന്റെ വ്യാപാരിക്ക് വേണ്ടി പിന്തുണ കൊടുക്കാൻ, സപ്പോർട്ട് ചെയ്യാൻ ഒരൊറ്റ രാജ്യം മാത്രമേ തയ്യാറായിട്ടുള്ളൂ. അത് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യമാണ് എന്നത് വല്ലാത്തൊരു ഖേദകരമാണ്. ഇന്നത്തെ ഈ ദിവസം ഞാൻ പിന്നെ നിസ്കാരത്തെ പറ്റിയാണോ പറയേണ്ടത്? വേദനിക്കുന്ന മനുഷ്യരെ കാണാത്ത, ഇനിയും എന്തിനാണ് പഠനങ്ങൾ? 16 പഠനങ്ങൾ ഇതിനകം നടന്നു. എല്ലാ പഠനങ്ങളും പറയുന്നു എൻഡോസൾഫാനാണ് ഇതിന്റെ കാരണം. ഏറ്റവും ഒടുവിൽ നടത്തിയ രക്തപരിശോധനയിലും എൻഡോസൾഫാന്റെ അംശം രക്തത്തിലുണ്ട് കാസർകോട്ടെ ഈ പ്രദേശങ്ങളിൽ. ലോകത്ത് 80ഓരം രാജ്യങ്ങൾ, അതും ആദ്യമായി എൻഡോസൾഫാൻ ഉൽപ്പാദിപ്പിച്ച ജർമ്മനി, ആ രാജ്യമടക്കം ഇതിന്റെ ദുരന്തം മനസ്സിലാക്കി അത് നിരോധിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും നമ്മുടെ ഭരണാധികാരികൾ മാത്രം ഇനിയും പഠിക്കണം, ഇനിയും പഠിക്കണം എന്ന്. മനുഷ്യജീവനേക്കാൾ കശുവണ്ടിക്ക് മൂല്യം കൽപ്പിക്കുന്ന ഭരണാധികാരികൾ ഭരിക്കുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നമാണിത്. അല്ലെങ്കിൽ ഉണ്ടോ? ലോകം മുഴുവൻ പറയുമ്പോഴും ഈ മരണത്തിന്റെ വ്യാപാരിക്ക് വേണ്ടി അനുകൂലമായി ഒരു രാജ്യം നിൽക്കുക? ഇതിനെതിരെ ജാതി, മത, വർഗ, സംഘടന ലേബലുകൾക്ക് അതീതമായി മുഴുവൻ മനുഷ്യരും പ്രതികരിക്കണം എന്നാണ് ഈ പറയുന്നത്. ഒരു പടി കൂടി മുന്നിൽ കടന്നുകൊണ്ട് ഇത്തരം സാമൂഹ്യ തിന്മകൾക്കെതിരെ, ഇത്തരം സാമൂഹ്യ വിപത്തുകൾക്കെതിരെ, ഈ സാമൂഹ്യ തിന്മകൾക്കെതിരെ നടക്കുന്ന ഈ പോരാട്ടത്തിൽ പങ്കാളികളാകേണ്ടവരല്ല മുസ്ലിം സമുദായം. അതുകൂടി, അതിനെക്കൂടി മറികടന്ന് ഇത്തരം സാമൂഹ്യ തിന്മകൾക്കെതിരായ പോരാട്ടത്തിൽ നേതൃപരമായ പങ്കുവഹിക്കേണ്ട ഒരു സമുദായമാണ് ഈ സമുദായം. കാഴ്ചക്കാരാകാനേ പാടില്ല, കൂടെ നിൽക്കുക ഏറ്റവും ചുരുങ്ങിയത്. പക്ഷെ ഇസ്ലാം അതിനേക്കാൾ മറികടന്ന് ആവശ്യപ്പെടുന്നു, നിങ്ങൾ ഈ തിന്മകൾക്കെതിരെ പ്രതികരിക്കേണ്ട ഒരു സമുദായമാണ് എന്നതാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. മുസ്ലിം ഉമ്മത്തിന്റെ ദൗത്യം ഖുർആൻ പഠിപ്പിക്കുകയാണ്. നിങ്ങളൊരു ഉത്തമ സമുദായമാണ്, നിങ്ങളൊരു ഖൈറ ഉമ്മത്താണ്. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറത്തെടുക്കപ്പെട്ട, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട, ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട ഒരു സമുദായമാണ് നിങ്ങൾ. തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ വ്യാപിപ്പിക്കുന്ന, കൽപ്പിക്കുന്ന, വതൻഹൗന അനിൽ മുൻകർ,
തിന്മയെ ചെറുക്കുന്ന തിന്മകളോട് പ്രതികരിക്കുന്ന ഒരു ഖൈർ ഉമ്മത്താണ് നിങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന. ഈ സമുദായം ഖൈർ ഉമ്മത്താകുന്നത് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോഴാണ്. ഈ സമുദായത്തിലേക്ക് ഒതുങ്ങേണ്ടവരല്ല. മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രം, ഈ സമുദായത്തിന്റെ അകത്തേക്ക് മാത്രം ചുരുണ്ടുകൂടുകയും ഖുർആൻ പഠിപ്പിച്ച ദൗത്യം വിസ്മരിക്കുകയും ചെയ്യുമ്പോൾ നമുക്കെങ്ങനെയാണ് ഖൈർ ഉമ്മത്ത് എന്ന പദവിയിൽ എത്താൻ കഴിയുക? അതുകൊണ്ട് ഈ സമുദായം അതിന്റെ ദൗത്യം തിരിച്ചറിയണം. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മുടെ പണ്ഡിതന്മാർക്ക് കാര്യങ്ങളൊക്കെ കുറെ കൂടി മനസ്സിലാകുന്നുണ്ട്. കേരളത്തിലെ ഒരു മഹാപണ്ഡിതൻ, എന്തൊക്കെ അദ്ദേഹത്തോട് വിയോജിപ്പുണ്ടെങ്കിലും, ഈ സമരത്തിൽ ഒരു ഒപ്പുമരത്തിൽ ഒപ്പുവെച്ചുകൊണ്ട് ഭരണാധികാരികളോട് അദ്ദേഹം പറഞ്ഞു, എല്ലാവരും മരിച്ചു വീണതിന് ശേഷമാണോ ഇനിത് നിരോധിക്കാൻ പോകുന്നത്? മുസ്ലിം സമുദായം സാമൂഹ്യ തിന്മകൾക്കെതിരായ പോരാട്ടത്തിൽ നേതൃപരമായ പങ്കുവഹിക്കേണ്ട ഒരു സമുദായമാണ്. ഈ ദൗത്യം തിരിച്ചറിയാൻ ഖൈർ ഉമ്മത്ത് എന്ന ആ പദവിയിൽ അങ്ങനെ നിലകൊള്ളാൻ ഈ സമുദായത്തിന് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചുമതലകളെ മനസ്സിലാക്കുന്ന ഒരു ഖൈർ ഉമ്മത്തായി, ഒരു മാതൃകാ ഉമ്മത്തായി നിലകൊള്ളുവാൻ നമ്മുടെ സമുദായത്തിന് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم عباد الله ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم ارض عن الأربعة الخلفاء الراشدين المهديين. اللهم ارض عن نبيك حمزة والعباس وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم وجعل الجنة مأواهم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الكفر والكافرين. اللهم اشف أمراضنا يا شافي الأمراض واشف أمراضنا وأمراض والدينا يا رب العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.